ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമുക്കൊരു പാർട്ടിക്ക് പോകാനുണ്ട്. ഒരു ഓഫീസറിന്റെ കല്യാണം കഴിഞ്ഞുള്ള അവർ പാർട്ടി തരാം. അപ്പൊ അതിന് പോകാനുണ്ട്. അപ്പൊ അതിന് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു പാർസൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതന്നെയായിരിക്കും ഇടുന്നത്. ഞാൻ ഇന്ന് രാവിലെ ഒരു ഈവെന്റിന് പോയതായിരുന്നു. അപ്പൊ ചുരിദാറൊക്കെ പിന്നെ പാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചുരിദാർ ഒന്നും മാറ്റിയിട്ടില്ല. ഇതന്നെയാണ് ഇട്ടത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് ഇപ്പം ജസ്റ്റ് കീഴിട്ടുള്ളൂ. അത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. മിന്ത്രയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഡ്രസ്സ് ഇതായിരിക്കും ഞാൻ ഇടുന്നത്. ഇത് കുറേ കാലമായിട്ട് ഞാൻ വിഷ് ലിസ്റ്റ് ഇട്ട് വെച്ചത്. പക്ഷെ ഞാൻ വാങ്ങണോ കുറേ കാലം ഇങ്ങനെ വാങ്ങണോ. പിന്നെ വെറുതെ കിടക്കുമ്പോൾ മിഥുൻ തന്നെ OTP കൊടുത്ത് മിഥുനോട് വാങ്ങിച്ചു. വെറുതെ എൻ്റെ പൈസ ചെലവാക്കണ്ടല്ലോ. അപ്പം ഞാൻ കാണിച്ചു തരാം. സോ ഇതിന്റെ ഉള്ളിൽ ഇടുന്ന സ്പെഗറ്റി ആണ്. ആൻഡ് ഇതാണ് നമ്മളെ ബ്യൂട്ടിഫുൾ ഡ്രസ്. ഇത് ഞാൻ ഇടുന്നതായിരിക്കും. ഉള്ളിലിടുന്ന സ്പെഗറ്റി ഇത്. പിന്നെ ഇതിന്റെ കൂടെ എന്തൊക്കെയാ പേരപ്പ് ചെയ്യുക ഞാൻ മെല്ലെ ഒന്ന് ആലോചിക്കട്ടെ. ഐ ജസ്റ്റ് ഹാവ് 30 minutes വിത്ത് മീ. 6:30 ആയി. 7 o'clock നമുക്ക് ഇറങ്ങണം. അപ്പം വേഗം ഞാൻ ഇട്ടിട്ട് വരാം. ഞാൻ ഇട്ടിട്ട് ജസ്റ്റ് വേഗം വന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയായിരിക്കും ഇത് ലുക്കിന്റെ മേലെ. എനിക്ക് തോന്നുന്ന രസം ഉണ്ടാവും. ഞാൻ മീഡിയം സൈസാണ് വാങ്ങി. ആദ്യമൊക്കെ എനിക്ക് സ്മോൾ ഒക്കെ ലൂസ് ആയിരുന്നു. ഇപ്പൊ മീഡിയം ആണ് വാങ്ങുന്നത്. എത്രയും പെട്ടെന്ന് സ്മോൾ ആയാൽ മതി. അത്രേ ഉള്ളൂ എൻ്റെ വിഷ്. ഇത് പക്ഷേ ഞാൻ വിചാരിച്ച അത്രയല്ല. ഇത് കുറച്ച് ലോങ് ആണ്. നോക്കട്ടെ ഞാൻ ഇത് തന്നെയാണോ ഇടുന്നത് അല്ലെങ്കിൽ എൻ്റെ മനസ്സ് മാറിയിട്ട് വേറെയാണോ ഇടുന്നത്. ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല. ഞാനൊന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ ഇട്ടിരിക്കുന്നു. ഫുള്ള് കാണുന്നില്ല, പക്ഷേ ഐ എം ലൈക്കിങ് ഇറ്റ്. ഇനി മുഖമൊക്കെ ചെയ്യണം. സോ ഞാൻ ഇതാണ് ഡ്രസ്സ് ഇട്ടത്. നല്ല ഭംഗിയുണ്ട്. ഞാൻ താഴെ നെക്സ്റ്റ് ഫോട്ടോസിൽ കാണിച്ചു തരാം. കുറച്ച് ലാസ്റ്റിൽ കാണിച്ചു തരാം. സോ ഇയറിങ്സ് ഇതാണ് ഞാൻ ഇട്ടത്. ഇതെനിക്ക് എൻ്റെ പുതിയ വാച്ചാണ്. പിന്നെ കുറച്ച് ബ്രേസ്ലെറ്റ്സ് ഇട്ട്. ആൻഡ് ഇതായിരുന്നു ഫുൾ ഡ്രസ്സിലെ. നല്ല ഭംഗിയുണ്ട്. ഇത് മിന്ത്രേന്നാണ്. ഇത് ഞാൻ നോക്കട്ടെ. ലിങ്ക് ഞാൻ മറ്റേ കമ്മ്യൂണിറ്റി പേജില്ലേ അതിലിട്ട് തരാം. സോ അങ്ങനെ നമ്മൾ മെല്ലെ ഓടിച്ചിട്ട് കുറേ ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ ഹോട്ടലിൽ എത്തി. എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും മെല്ലെ വരുന്നേ ഉള്ളൂ. നമ്മളവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഞാൻ കാറിൽ ഇരുന്നിട്ട് ഇറങ്ങിയിട്ട് വെറുതെ വീഡിയോ ഉണ്ടാക്കിയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മെല്ലെ എക്സ്പ്ലോർ ചെയ്യും. ഇങ്ങനത്തെ ഹോട്ടലൊന്നും എടുത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നല്ല ഒരു ആംബിയൻസ് വൈബുള്ള ഇത് തന്നെ നമുക്ക് അവിടെ കിട്ടുന്ന വലിയൊരു ഭാഗ്യം പോലെയാണ്. അപ്പം അവിടെ മെല്ലെ നമ്മൾ പോയി. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബിക്കോസ് ഇങ്ങനത്തെ ഔട്ടിങ് പറഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ടായിരുന്നു നമ്മളെ ഔട്ടിങ്. ഇങ്ങനെ അല്ലാണ്ട് നമ്മളങ്ങനെ പോവാറില്ലായിരുന്നു. ബിക്കോസ് എല്ലാവരും ഭയങ്കര സ്വന്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബിസി ആയിരുന്നു. അപ്പം അങ്ങനെ പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും കയറി ഇരുന്ന് ഇത് നമ്മൾ ഫുൾ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. എല്ലാവരും സീനിയേഴ്സ് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല സ്റ്റാർട്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി തോന്നുന്നു. ഇത് ആൻറ്റിയാണ്. പനീറോ എന്തോ. ഇവിടെ ഫുൾ വെജ് ഹോട്ടലാണ്. അപ്പം നോൺ വെജ് കിട്ടുകയേ ഇല്ല. അതുകൊണ്ടാണ് മിഥുൻ അവിടെ ചിരിക്കുന്നത്. മിഥുന് ഫുൾ നോൺ വെജ് അല്ലാണ്ട് കഴിക്കാനേ പറ്റൂല. അപ്പം എല്ലാവരും ഉണ്ട്. ഇതാ ഹായ് പറയുന്ന ഹാന പറഞ്ഞ കുട്ടി. അപ്പം എല്ലാവരും സ്റ്റാർട്ടേഴ്സൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയൊക്കെയോ വരുന്നുണ്ടായിരുന്നു. ഞാൻ ഫുഡിൻ്റെ മെയിനായിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല എന്തൊക്കെയായിരുന്നു വന്നത്. മെയിൻലി പനീർ, സോയാ ചാപ്പ്, വെജിൽ എന്തൊക്കെയോ സ്റ്റാർട്ടേഴ്സിൻ്റെ ഓപ്ഷൻ ഉണ്ടാവുക അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പനീർ, സോയാ ചാപ്പ്, പിന്നെ പനീറിൻ്റെ വേറെ എന്തൊക്കെയൊക്കെയോ, പിന്നെ എന്തോ ഗോബി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റാർട്ടേഴ്സിൽ എല്ലാ സാധനവും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് മെയിൻ കോഴ്സ് നൂഡിൽസും വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു ഓറഞ്ച് കളർ കാണുന്നില്ല, അത് നൂഡിൽസ് ആയിരുന്നു. അത് നമ്മൾ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാവരും കഴിച്ചിട്ടുണ്ടോ ഓർമ്മയില്ല, ഫുള്ള് കഴിച്ചിട്ടുണ്ടോ. അത് കഴിഞ്ഞിട്ട് മെല്ലെ മെയിൻ കോഴ്സ് വരാൻ തുടങ്ങി. അപ്പോൾ കുട്ടികളൊക്കെ 2 കുട്ടികൾ മാത്രമായിരുന്നു നമ്മളെ കൂടെ. കുട്ടികൾ എന്താ പറയുക ഓരോ കൊക്കോമെലനോ അങ്ങനത്തെ കണ്ടിരിക്കാനും. പിന്നെ നമ്മൾ മെയിൻ കോഴ്സ് വന്ന് നമ്മൾ നാൻ, ഗാർലിക് നാൻ, തന്തൂരി റോട്ടി, പിന്നെ
എന്താ പറയുക, പനീറായിരുന്നു മെയിനായിട്ട് കറി ആയിട്ടുള്ളത്. ബിക്കോസ് വെജ് ഹോട്ടലല്ലേ, പനീർ അല്ലാണ്ട് വേറെ കൂടുതൽ കിട്ടാനൊന്നും ചാൻസ് ഇല്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ പ്ലേറ്റ് കാണിച്ചു. എൻ്റെ പ്ലേറ്റിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പ്ലേറ്റിൽ ഗാർലിക് നാൻ, പനീർ, പിന്നെ ഒരു ദാൽ പോലത്തെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്തോ ഒരു സാധനം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് ഒരു 2 ആഴ്ച മുന്നത്തെ വീഡിയോ ഉണ്ടെങ്കിൽ ഓർമ്മ വരുന്നില്ല. അത് കഴിഞ്ഞ് ഡെസേർട്ടിൻ്റെ ടൈമായപ്പോൾ ഞാൻ വാങ്ങിയത് ബ്രൗണി വിത്ത് ഐസ്ക്രീം. പിന്നെ കുറച്ച് പേര് ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 4 ആൾക്കാർ ബ്രൗണി വിത്ത് ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും വലുതായിട്ട് ഇഷ്ടമില്ല തോന്നുന്നു, ബിക്കോസ് അവർ വലിയ സ്വീറ്റ് പേഴ്സൺ അല്ല. പക്ഷെ ഞാൻ ഭയങ്കര സ്വീറ്റ് പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബ്രൗണി വിത്ത് ഐസ്ക്രീം. അങ്ങനെ മെല്ലെ മെല്ലെ എല്ലാവരും ഇൻ്റെ നോക്കിയപ്പോൾ 2 ആൾക്കാർ, പിന്നെയും വേറെ 2 ആൾക്കാർ ഓർഡർ ചെയ്ത് ബ്രൗണി വിത്ത് ഐസ്ക്രീം. അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമാണ് ബ്രൗണി ഐസ്ക്രീം. എനിക്ക് മധുരം എന്ത് തന്നാലും ഞാൻ കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോ ഷൂട്ട് സെഷൻ വീഡിയോ ഒക്കെ നമ്മളിങ്ങനെ നമ്മൾ മുന്നത്തെ ആളോട് പറഞ്ഞു നമ്മൾ തിന്നുക, അതിൻ്റെ ഒന്ന് വീഡിയോ എടുത്ത് തരുമോ. അപ്പോൾ നമ്മൾ വെറുതെ ഇത് ആക്ടിങ് ചെയ്യാണ്, ജസ്റ്റ് തിന്നേണ്ട ഒരു ക്ലാസ് 8 തിന്നേണ്ട ആക്ടിങ് ചെയ്യാണ്. അപ്പം അവർ വീഡിയോ എടുത്ത് തന്നു. പിന്നെ ഇങ്ങനെ ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ, ഇതൊക്കെ ഇങ്ങനെ മെമ്മറീസ് ഉണ്ടാക്കിയിരുന്നു. ഞാൻ പോകുന്നതിൻ്റെ ഒരാഴ്ച മുന്നത്തെ വീഡിയോ ആണ് ഇതൊക്കെ. അപ്പം നമ്മൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും വീഡിയോ എടുത്ത് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയും. ബിക്കോസ് എല്ലാവരും ഇത്ര ഗെറ്റ് ടുഗെദർ കുറേ കാലം ഇവർക്ക് തീരെ ടൈം കിട്ടാറില്ലല്ലോ. അപ്പോൾ ടൈം കിട്ടുമ്പോൾ ഇങ്ങനത്തെ ഒരു ഗെറ്റ് ടുഗെദർ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം മെല്ലെ മെല്ലെ ഇത് എല്ലാവരും ഉണ്ടായിരുന്നു. കണ്ടോ, ഇത്ര സ്ട്രെങ്ത് ഒന്നും ആദ്യമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് പുറത്ത് പോകുന്നത് ഇത്ര സ്ട്രെങ്ത്തിൽ. അല്ലെങ്കിൽ ആകെ ചിലപ്പോൾ ഒരാൾക്കാർ 2 ആൾക്കാർ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. ഇത്ര ഒന്ന് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരുമിച്ച് ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോയി. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. അത് ഫോട്ടോസ് ഞാൻ ഇട്ടിട്ടില്ല എവിടെയും തോന്നുന്നു. പക്ഷേ നമ്മളിത് സ്റ്റെയർസിലൊക്കെ നിന്ന് എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോസ്, ഇൻഡിവിജ്വൽ ഫോട്ടോസ്, അങ്ങനത്തെ കുറേ ഫോട്ടോസ് എടുത്ത്. അത് വാവ അവിടെ കണ്ടില്ല, അതെനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല വാവയാണ്. അപ്പം ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ കുറേ ഇങ്ങനെ ടൈമൊക്കെ പോയി. വാവേനെ കുറേ കളിപ്പിച്ച്, അത് വാവേൻ്റെ അമ്മയാണ്. അപ്പം കുറേ കളിപ്പിച്ച് പിന്നെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് കുറേ നേരം നിന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് ഫോട്ടോസ് എടുത്തില്ല വിചാരിച്ച്. അപ്പം മിഥുൻ അതാ ക്യാമറയൊക്കെ എടുത്ത് റെഡിയായി. അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ പുറത്ത് ഫോട്ടോസ് ഓരോന്നാക്കിയിട്ട് ഓരോരോ ആൾക്കാരെ പുറത്ത് ഫോട്ടോസ് എടുത്ത് കുറച്ച് നേരം കുട്ടീൻ്റെ കൂടെ കളിച്ചൊക്കെ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര ടയേർഡായി. ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും പറഞ്ഞു ഓക്കെ, ഇന്നത്തെ ഡേ ഇറ്റ് വാസ് റിയലി ഗുഡ്, ഇനി നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ എല്ലാവരും മെല്ലെ എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ബായൊക്കെ പറഞ്ഞ് നമ്മൾ മെല്ലെ എല്ലാവരും അങ്ങോട്ട് കാറിലൊക്കെ കയറി മെല്ലെ വീട്ടിൽ പോകാൻ നിൽക്കുക. എന്നിട്ട് ഹന പറഞ്ഞിട്ട് കുട്ടി നമ്മളെ കൂടെയാണ് വന്നത്. അവൾ ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ നമ്മളങ്ങനെ നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ പോയി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക തിരിച്ച്. അങ്ങനെ വീട്ടിലെത്തി. ആൻഡ് ഇറ്റ് വാസ് എ റിയലി ഗുഡ് ഡേ. അതൊരു മെമ്മറബിൾ ഡേ ആയിരുന്നു നമുക്ക് വേണ്ടിയിട്ട്. ഇത് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്തോ. അപ്പോൾ മെമ്മറബിൾ ഡേ അങ്ങനെ ഫിനിഷായി. ഓക്കെ, ബൈ.